ശാലോമിൽ കൂടി അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മതേഷ് ബൈബിൾ ക്വിസ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനുമായി ചേർന്നൊരുക്കുന്ന പെനുവേൽ മതേഴ്സ് ബൈബിൾ ക്യൂസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ പ്രതീക്ഷകളുമായി ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ 3 പുതിയ ടീമുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ ടീമുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ടീം മിഖായേൽ. മേരി പൗലോസ്, പുല്ലൂരാമ്പാറ ഇടവക. ജെയ്സമ്മ ജോസ്, പുല്ലൂരാമ്പാറ. ഇവരെ സഹായിക്കുന്ന ഇവരുടെ സപ്പോർട്ടിംഗ് ടീം ബീന ബോബി, ദീപ ഗ്രേഷ്യസ്, മിനി ജോസ്, ജാൻസി ജോഷി. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. ഷീന ക്ലേര, പാറോപ്പടി സെന്റ് ആന്റണീസ് ചർച്ച്. മേരി ചാഴൂർ, പാറോപ്പടി സെന്റ് ആന്റണീസ് ചർച്ച്. ഇവരെ സഹായിക്കാൻ ഇവരുടെ കൂടെ വന്നിരിക്കുന്ന സപ്പോർട്ടിംഗ് ടീം ആരൊക്കെയാ നമുക്ക് നോക്കാം. മോളി തോമസ്, മേരി പീറ്റർ, ജാസ്മിൻ ബിനു, സോളി ജോസ്, പൗളിൻ നൈജി. നമ്മുടെ മൂന്നാമത്തെ ടീം ടീം ഗബ്രിയേൽ. അൻസില ജസ്റ്റിൻ, സെന്റ് മേരീസ് ഫൊറോന ചർച്ച്, കോടഞ്ചേരി. അനിത റോയി, സെന്റ് മേരീസ് ഫൊറോന ചർച്ച്, കോടഞ്ചേരി. ഇവരുടെ സപ്പോർട്ടിംഗ് ടീം എൽസി ജോണി, സോളി ഷാജി, ലിൻസി വിൻസെന്റ്, ലൈസമ്മ മാത്യു, എലി സണ്ണി. താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനുമായി ചേർന്നൊരുക്കുന്ന പെനുവേൽ മതേഴ്സ് ബൈബിൾ ക്യൂസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മത്സരാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓരോ ക്വിസ് പ്രോഗ്രാമിന്റെയും വിജയം എന്ന് പറയുന്നത് അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ക്വിസ് മാസ്റ്ററിന്റേതു കൂടിയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ക്വിസ് മാസ്റ്റർ നമ്മുടെ പ്രിയപ്പെട്ട അജയ് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെനുവേൽ മതേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് നിങ്ങൾക്കേവർക്കും ഏറ്റവും കൃത്യമായ സ്വാഗതം. പുതിയ എപ്പിസോഡിൽ പുതിയ 3 ടീമുകളാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെ ഇടവകയിൽ നിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ടീം മിഖായേൽ ഏത് ഇടവകയിൽ നിന്നാണ്? സെന്റ് ജോസഫ്സ് ചർച്ച്, പുല്ലൂരാമ്പാറ. പുല്ലൂരാമ്പാറ ഇടവകയിൽ നിന്നാണ്. ടീം റാഫേൽ സെന്റ് ആന്റണീസ് പാറോപ്പടി, പാറോപ്പടി ഇടവക. ടീം ഗബ്രിയേൽ സെന്റ് മേരീസ് ചർച്ച്, കോടഞ്ചേരി. കോടഞ്ചേരി ഇടവകയിൽ നിന്നാണ്. ഗബ്രിയേൽ ടീമിനോട് ചോദിക്കട്ടെ, നന്നായി ഒരുങ്ങിയോ നിങ്ങൾ? ഒരുങ്ങിയെന്ന് ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഒരുങ്ങിയത്? ഞങ്ങൾ ഗ്രൂപ്പ് ചർച്ചകളിലൂടെയും പേഴ്സണലിലൂടെയും പഠിച്ചു. അച്ഛനോട്, വികാരി അച്ഛനോട് പോയിട്ട് അച്ഛൻ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങളുടെ അനിമേറ്റർ സിസ്റ്റർ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചു, എല്ലാം സെപ്പറേറ്റ് കൊടുത്തു. എല്ലാവരും ഒരുമിച്ചും പഠിച്ചു. ടീം റാഫേൽ, ടീം ഗബ്രിയേൽ വിവിധ രീതിയിലാണ് ഒരുങ്ങിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളും ഇതുപോലെ ഒരുങ്ങിയിട്ടുണ്ടാവും. ഇക്കഴിഞ്ഞ ആഴ്ച വീട്ടുജോലികളിൽ നിന്നൊക്കെ കുറച്ച് അവധി നിങ്ങൾക്ക് കിട്ടിയിരുന്നു. ഒഴിവ് കിട്ടിയിരുന്നെങ്കിലും ഞാൻ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ അവരെ സഹായിക്കാനൊക്കെ പോകാനുണ്ടായിരുന്നു. വീട്ടുജോലികളിൽ നിന്ന് ഒഴിവ് കിട്ടിയോ? വീട്ടുജോലികളിൽ നിന്ന് അധികം ഒഴിവ് കിട്ടിയിട്ടില്ല. അത് ശരി. വീട്ടുജോലികൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ഒഴിവ് കിട്ടേണ്ടതായിരുന്നു. ടീം മിഖായേൽ, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഗ്രൂപ്പായിട്ട് പഠിച്ചു. എങ്കിലും ഞങ്ങൾക്ക് അവിടെ ദുരിതാശ്വാസ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മാതൃവേദിക്കാരെല്ലാവരും അവിടെ പോയി ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ ചെലവഴിച്ചു. പിന്നെ കുറച്ചൊക്കെ സമയം വീട്ടുജോലികൾക്കായി. പിന്നെ
ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ സമയം വീട്ടിലുള്ള മറ്റംഗങ്ങള് നിങ്ങൾ ഈ ക്യുസിന് വേണ്ടി ഒരുങ്ങുന്നത് അറിഞ്ഞുകൊണ്ട് ആ അമ്മ പഠിച്ചോളൂ, അല്ലെ സഹോദരി പഠിച്ചോളൂ, അല്ലെ ഭാര്യ പഠിച്ചോളൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവധി തന്നോ വീട്ടു ജോലികളിൽ നിന്ന്? അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ പഠിച്ചായിരുന്നെങ്കിൽ നേരത്തെ ഇതിലും വലിയൊരു ഉദ്യോഗം കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരോടും അങ്ങനെ, ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു. ആഗ്രഹം പറഞ്ഞത് ഇങ്ങനെ നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ അങ്ങ് നിൽക്കേണ്ട ആളല്ല, നേരത്തെ വലിയ ജോലിക്കാരി ആവേണ്ടതായിരുന്നു. യെസ്, 3 ടീമുകളും വളരെ ഒരുങ്ങി, വളരെ ആവേശത്തോടു കൂടി, സന്തോഷത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ഒരുങ്ങിയാണ് 3 ടീമുകളും വന്നിരിക്കുന്നത്. ആ 3 ടീമുകൾക്കും ശക്തരായിട്ടുള്ള സപ്പോർട്ടിംഗ് ടീമും ഇവിടെ ഉണ്ട്. അവരും ഏത് ചോദ്യത്തിനും തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. ക്യൂസിൻ്റെ നിബന്ധനകൾ ഏറെക്കുറെ നിങ്ങൾക്കറിയാം. നമുക്ക് 5 റൗണ്ടുകളാണുള്ളത്. 1-ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. 1-ാം റൗണ്ടിൻ്റെ പേര് വചനം തിരുവചനം റൗണ്ട് എന്നാണ്. ഈ റൗണ്ടിൽ നിങ്ങളോട് തിരുവചനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. 3 ടീമിനോടും ചോദ്യം ചോദിക്കും. നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ടീമിൻ്റെ സഹായം തേടാവുന്നതാണ്. സപ്പോർട്ടിംഗ് ടീമും ഉത്തരം നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ തൊട്ടടുത്ത ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടും. ഈ റൗണ്ടിൽ ശരി ഉത്തരത്തിന് 30 മാർക്കും സപ്പോർട്ടിംഗ് ടീമിൻ്റെ സഹായത്തോടെ പറയുന്ന ഉത്തരത്തിന് 20 മാർക്കും പാസ് ചെയ്ത് പറയുന്ന ഉത്തരത്തിന് 10 മാർക്കുമായിരിക്കും. പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ഉത്തരം പറയാനുള്ള സമയം 30 സെക്കൻഡ് ആയിരിക്കും. സപ്പോർട്ടിംഗ് ടീമിനും 30 സെക്കൻഡ് കിട്ടുന്നതാണ്. എന്നാൽ പാസ് ചെയ്ത് വരുന്ന ടീമിന് 10 സെക്കൻഡ് മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. ഈ സമയത്തിനുള്ളിൽ ഉത്തരം പറയാൻ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉത്തരം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ആൾ തന്നെ ഉത്തരം പൂർത്തിയാക്കേണ്ടതാണ്. ഉത്തരം പറയുന്നതിന് മുമ്പ് ടീം അംഗങ്ങൾക്ക് കൂടി ആലോചിക്കാവുന്നതാണ്. ടീം അംഗങ്ങൾ ഇവിടെ ഉത്തരം പറയുന്ന സമയത്ത് ഒരു തരത്തിലുള്ള സഹായവും സപ്പോർട്ടിംഗ് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് വരരുത്. ഞങ്ങൾക്ക് ആ ഉത്തരം അറിയാമല്ലോ, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ടീം ഈ ഉത്തരം പറയാത്തത്, എന്നാൽ ഒന്ന് സഹായിച്ചു കൊടുത്തേക്കാം എന്ന് ചിന്തിച്ചേക്കരുത്. അപകടമാണ്. ക്വിസ് മാസ്റ്ററിൻ്റെ അച്ചടക്കത്തിൻ്റെ വാള് അപ്പം എടുക്കുകയും പോയിന്റ് മൈനസ് ആയിട്ട് മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു കാരണവശാലും അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കരുത്, നിങ്ങൾ ഉത്തരം പറയരുത്, ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം ടീം മിഖായലിനോടാണ്. ചോദ്യം ഇതാണ്: അവനെ കണ്ട്, ദൂതനെ കണ്ട് സക്കറിയ ഭയപ്പെടുകയും അസ്വസ്ഥനാകുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു. എന്താണ് ദൂതൻ സക്കറിയ പുരോഹിതനോട് പറഞ്ഞത്? 13-ാം അധ്യായം 13-ാം വാക്യം മാത്രം പറയും. ഭയപ്പെടേണ്ട, പറഞ്ഞോളൂ. നീ ഭയപ്പെടേണ്ട. നീ ഭയപ്പെടേണ്ട, നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഇനി മുതൽ ഉത്തരം പറയുന്നതിന് മുമ്പ് ടീം അംഗങ്ങൾ കൂടിയാലോചിച്ചിട്ട് മാത്രമേ പറയാവൂ. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉത്തരം മുഴുവൻ മനസ്സിൽ കിട്ടിയെന്ന് വരികയില്ല. ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതല്ല. നിങ്ങൾക്ക് 30 പോയിന്റ് ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. ചോദ്യം ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. ദൂതൻ അവരോട് പറഞ്ഞു. എന്താണ് ദൂതൻ അവരോട് പറഞ്ഞത്? പതിമൂന്നാം വാക്യം പറഞ്ഞാലും മതിയാവും, മുഴുവൻ പറയണമെന്നില്ല. ദൂതൻ ആട്ടിടയരോട് പറഞ്ഞതാണ് ചോദ്യം. സമയം ശ്രദ്ധിക്കുക. ഇതാ നിങ്ങൾക്കൊരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ്. അതിൻ്റെ ആദ്യമാണ് പറയേണ്ടത്. സമയം തീർന്നിരിക്കുന്നു. എങ്കിലും ഒരു ആനുകൂല്യമായിട്ട് തരികയാണ്. പെട്ടെന്ന് ഇനി ചിന്തിക്കാൻ സമയമില്ല. നിങ്ങൾക്ക് ഉത്തരം പറയാവുന്നതാണ്. പെട്ടെന്ന് പറയും. പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ ഒരു ശിശുവിനെ നിങ്ങൾ കാണും.
ദൂതൻ ആദ്യം വന്നപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത്. അതും ആ കൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോകാം. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം ശരിയായി ഉത്തരം പറയാവുന്നതാണ്. ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 20 മാർക്ക് ലഭിക്കുന്നതാണ്. ലൂക്കാ സുവിശേഷം 2:11 പറയുന്നു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സൽവാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, യേശു ക്രിസ്തു. കറക്റ്റ് ആൻസർ ആണ്, ശരിയായ ഉത്തരമാണ്. നിങ്ങൾക്ക് ടീം റാഫേലിന് 20 പോയിന്റുകൾ ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. ചോദ്യം, ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കണ്ടപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ വിസ്മയിച്ചു. മാതാവ് ചോദിച്ചു, നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നു. നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? യേശു മറുപടി പറഞ്ഞു. മാതാവിനോട് പറഞ്ഞു. എന്ത് മറുപടിയാണ് ഈശോ കൊടുത്തത്? അല്ലെ എന്താണ് ഈശോ തിരിച്ച് പറഞ്ഞത്? എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ? ആണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ശരിയായ ഉത്തരമാണ്. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ടീം ഗബ്രിയേലിന് 30 പോയിന്റുകൾ ലഭിക്കുന്നു. അഭിനന്ദനം. ഒന്നാം റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. ഒന്നാം റൗണ്ട് പൂർത്തിയായപ്പോൾ എല്ലാ ടീമിൻ്റെയും അക്കൗണ്ടിൽ പോയിന്റുകൾ എത്തിയിട്ടുണ്ട്. കൃത്യമായ പോയിന്റ് അറിയുവാനായിട്ട് നമുക്ക് ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി. ആശങ്കകളുമായി ഒന്നാം റൗണ്ട് അവസാനിക്കുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 30 പോയിന്റ്, ടീം റാഫേൽ 20 പോയിന്റ്, ടീം ഗബ്രിയേൽ 30 പോയിന്റ്. അടുത്ത റൗണ്ട് വിഷ്വൽ റൗണ്ടാണ്. സുവിശേഷത്തിൽ അടയാളപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ, ചില വചനങ്ങൾ, അല്ലെങ്കിൽ ചില അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു സംഭവങ്ങൾ, ഇതായിരിക്കും വിഷ്വലിൽ കാണുക. വിഷ്വൽ ശ്രദ്ധിക്കുക. ആ വിഷ്വൽ ഏതാണ് എന്ന് കൃത്യമായി പറയുക. പറയുന്നതോടൊപ്പം തന്നെ ഇത് ഏത് പുസ്തകത്തിലെ എത്ര അധ്യായത്തിലാണ് ഈ സംഭവം ഉള്ളത് എന്നുകൂടി പറയേണ്ടതാണ്. അതിനുശേഷം ഞാൻ 2 ചോദ്യങ്ങൾ കൂടെ ചോദിക്കും. ഓരോ ചോദ്യത്തിനും 10 മാർക്ക് വീതം. അങ്ങനെ വിഷ്വൽ റൗണ്ടിൽ നിങ്ങൾക്ക് 30 മാർക്ക് വരെ സമ്പാദിക്കാവുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തെറ്റായ ഉത്തരം പറഞ്ഞാൽ ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതം കുറയ്ക്കുന്നതുമാണ്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്കിൽ നിന്നാണ് 5 മാർക്ക് നഷ്ടപ്പെടുക എന്ന് ഓർക്കുക. എന്നാൽ സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ തെറ്റായ ഉത്തരത്തിന് അവർക്ക് ശരിയായ ഉത്തരം നൽകാൻ സാധിച്ചാൽ നിങ്ങൾക്ക് പോയിന്റുകൾ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ മൈനസ് പോയിന്റ് ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ യഥാർത്ഥ സപ്പോർട്ടേഴ്സായിട്ട് അവർ മാറും. സപ്പോർട്ടിംഗ് ടീമിനും വലിയ ഒരു പങ്കാളിത്തം അതിലൂടെ ഈ മത്സരത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ചോദ്യത്തിലേക്ക് വരികയാണ്. ആദ്യത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. ടീം റാഫേൽ ശ്രദ്ധിക്കുക. വിഷ്വൽ. താഴെ ഇരിക്കുന്നവര് വിഷ്വല് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. 30 സെക്കൻഡുകൾ മാത്രം. പറഞ്ഞോളൂ. സക്കറിയയുടെ മുമ്പിൽ ഗബ്രിയേൽ മാലാഖ. സക്കറിയയുടെ മുന്നിൽ കർത്താവിന്റെ ദൂതൻ അറിയിക്കുകയാണ്. എന്താണ് അറിയിച്ചത്? ബന്ധിയായ എലിസബത്ത് ഗർഭിണിയായി ഒരു ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ആ പുത്രനെ പറ്റിയുള്ള അറിയിപ്പാണ്. സ്നാപക യോഹന്നാന്റെ ജനനത്തെ പറ്റി അറിയിക്കുകയാണ്. എത്ര അധ്യായത്തിലാണ് ഇതുള്ളത്? 1-ാം അധ്യായം. 1-ാം അധ്യായത്തിൽ. ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് 10 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം തീർന്നില്ല. അടുത്ത ചോദ്യം ഇതാണ്. ഇസ്രായേലിൽ അനവധി പുരോഹിതരുണ്ടായിരുന്നു. ഓരോ പുരോഹിതരെയും ഓരോ ഗണമായിട്ട് തിരിച്ചിരിക്കുകയായിരുന്നു. ഇവര് സക്കറിയ പുരോഹിതൻ ആരുടെ ഗണത്തിൽപ്പെട്ട പുരോഹിതനായിരുന്നു?
അബിയായുടെ ഗണത്തിൽപ്പെട്ട പുരോഹിതനാണ്. വീണ്ടും ടീം റാഫേൽ 10 പോയിന്റുകൾ കൂടി നേടുന്നു. അടുത്ത ഒരു ചോദ്യം കൂടി ഉണ്ട്. ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ എലിസബത്ത് പ്രായം കവിഞ്ഞോളുമാണ്, പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് സക്കറിയ പുരോഹിതൻ സംശയിച്ചപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സക്കറിയ പുരോഹിതന് ചെറിയ ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ട്. ആ ശിക്ഷ സൂചിപ്പിക്കുന്ന തിരുവചന ഭാഗമാണ് പറയേണ്ടത്. ടീം റാഫേൽ പറയുക. സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. 8 സെക്കൻഡുകൾ കൂടി മാത്രം ബാക്കി. പാസ് പറയേണ്ട. നിങ്ങൾക്കിപ്പോൾ 5 മൈനസ് പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. സപ്പോർട്ടിംഗ് ടീമിന്റെ സമയം ആരംഭിക്കുന്നു. അധ്യായം പറയണമെന്നില്ല, ആ വചനഭാഗം മാത്രം പറഞ്ഞാൽ മതി. നീ സംശയിച്ചതുകൊണ്ട് മൂകനായി തീരും. പിന്നെ ബാക്കിയും കൂടെ. കുഞ്ഞ് ജനിച്ചതിന് ശേഷം നിനക്ക് സംസാരിക്കാൻ സാധിക്കും. കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണോ ജനിക്കുന്നത് വരെ നിനക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായി തീരും. ശിശു ജനിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് കഴിവ് ഉണ്ടായിരിക്കുന്നതല്ല. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം ശരിയായ ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ. ടീം റാഫേലിന് ആശ്വസിക്കാം. 20 മാർക്ക് നിങ്ങൾ നേടിയിരുന്നു, 5 മൈനസ് മാർക്കും കിട്ടിയിരുന്നു. എന്നാൽ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം യഥാസമയത്ത് നിങ്ങളെ സഹായിച്ചതുകൊണ്ട് ആ മൈനസ് മാർക്ക് ഒഴിവാക്കി കിട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് 20 പോയിന്റുകൾ ഈ റൗണ്ടിൽ കിട്ടിയത് നിലനിൽക്കുന്നു. ടീം ഗബ്രിയേലിലേക്ക് വരുന്നു. വിഷ്വൽ ശ്രദ്ധിക്കുക. 2 പേർ കണ്ടുമുട്ടുന്നു. ചരിത്രത്തിലെ ഒരു കൂടിക്കാഴ്ചയാണ്. ചരിത്രത്തിന്റെ ഏടുകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു കൂടിക്കാഴ്ച. ആരൊക്കെയാണ്? യെസ്, നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. എലിസബത്തും മാതാവുമാണ് കൂടിക്കാണുന്നത്. നിങ്ങൾ ചിത്രം ശരിയായി ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. ഇനി അത് ഏത് അധ്യായത്തിലാണ് എന്ന് പറയാം. ഏത് പുസ്തകം, ഏത് അധ്യായം? ഒരാൾ പറയും. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം. ലൂക്കാട് സുവിശേഷം 1-ാം അധ്യായത്തിലാണ് എന്നാണ് ടീം ഗബ്രിയേൽ പറയുന്നത്. ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. അഭിനന്ദനങ്ങൾ. യെസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഉത്തരം പറയുന്നതിന് മുമ്പ് ടീം അംഗങ്ങൾ കൂടിയാലോചന നടത്തിയിരിക്കണം. പിന്നീട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സഹായിക്കാൻ പാടുള്ളതല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമേ തന്നെ നിങ്ങൾ ടീം അംഗങ്ങൾ കൂടിയാലോചന നടത്തുക. 1-ാമത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകി 10 മാർക്ക് നിങ്ങൾ സമ്പാദിച്ചിരിക്കുന്നു. 2-ാമത്തെ ചോദ്യം ഈ റൗണ്ടിലെ തന്നെ. എലിസബത്ത് മാതാവിനെ കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉദ്ഘോഷിച്ചുകൊണ്ട് പറഞ്ഞു. ആ ഉദ്ഘോഷിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പറയുക. 2 വചനങ്ങൾ പറഞ്ഞാൽ മതി. 43, 44 വചനങ്ങൾ. കുറച്ച് ദീർഘമായ ഇതുണ്ട്. ആദ്യം കണ്ടപ്പോൾ പറഞ്ഞ 2 വചനങ്ങൾ പറയുക. ആദ്യം നിങ്ങൾ കൂടി ആലോചിക്കുക. സമയവും ശ്രദ്ധിക്കുക. 15 സെക്കൻഡുകൾ കഴിഞ്ഞിരിക്കുന്നു. പറഞ്ഞു. മാതാവ് ഒന്ന് അഭിവാദനം ചെയ്തപ്പോൾ ശിശു ഉള്ളിൽ കിടന്ന് തുള്ളിച്ചാടി. ശരി, അത് സംഭവിച്ചു. ഇനി എന്ത് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട. കർത്താവിന്റെ അമ്മ. സമയം കഴിഞ്ഞിരിക്കുന്നു.
സമയത്തിനുള്ളിൽ പറയണം. എത്ര നേരമാണ് നിങ്ങൾ എടുക്കുന്നത്? അതുകൊണ്ട് സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോവുകയാണ്. പറയാം. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാണ്. എന്റെ ബാക്കി. കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? യെസ്, വളരെ എളുപ്പമുള്ളത്, നമ്മൾ എന്നും പറയുന്നത്, എന്നും ധ്യാനിക്കുന്ന വചനഭാഗമാണത്. പെട്ടെന്ന് പറയണ്ടേ അല്ലേ? നിങ്ങൾക്ക് കിട്ടിയ മൈനസ് മാർക്ക് അവർ സേവ് ചെയ്തിരിക്കുന്നു. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് അഭിനന്ദനങ്ങൾ. മൂന്നാമത്തെ ചോദ്യം, മറിയത്തിന്റെ സ്തോത്രഗീതം. മനോഹരമാണ്. എത്രാം അധ്യായത്തിലാണ് അതുള്ളത്? ഏത് വാക്യം മുതൽ ഏത് വാക്യം വരെ പറയും? ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 46-ാം വാക്യം മുതൽ 53 വരെ. 1-ാം അധ്യായം 46 മുതൽ 55 വരെയാണ് ഉള്ളത്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് മാർക്ക് നൽകുകയാണ്. ആദ്യത്തെ 2 ഉത്തരങ്ങൾ 1-ാം അധ്യായം 46 മുതൽ ആരംഭിക്കുന്നു എന്നുള്ളത് ശരിയായതുകൊണ്ടും, പിന്നെ ബൈബിളിൽ കാണുമ്പോഴുള്ള ഒരു തെറ്റിദ്ധാരണയും കൂടിയാണ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാനുകൂല്യം മാത്രം ഇനി പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് 10 മാർക്ക് നൽകുന്നു. അഭിനന്ദനം. വിഷ്വൽ റൗണ്ടിലെ 3-ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ടീം മിഖായലിനോടാണ് ചോദ്യം. വിഷ്വൽ ശ്രദ്ധിക്കുക. യെസ്, നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. പരിച്ഛേദനത്തിന് ശിശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ശിമയോൻ ഈശോയെ കൈകളിലെടുക്കുന്നു. ആദ്യ ഭാഗം ശരിയായിരിക്കുന്നു. ഇനി ഇത് എത്രാം അധ്യായത്തിലാണ് എന്നുള്ളത് പറയണം. ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായം? ലൂക്ക 2-ാം അധ്യായം 2-ാം അധ്യായം. അത്രേ മതി. ശരിയായ ഉത്തരമാണ്. 10 മാർക്ക് ടീം മിഖായലിന് ലഭിച്ചിരിക്കുന്നു. 2-ാമത്തെ ചോദ്യം, ശിമയോൻ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്ന് സുവിശേഷം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ അവിടെ അടയാളപ്പെടുത്തുന്നു. ഏതൊക്കെയാണത് പറയുക? ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവനോട് വെളിപ്പെടുത്തിയിരുന്നു, അനുഗ്രഹം നൽകിയിരുന്നു. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾ. എങ്കിലും മുമ്പത്തെ ടീമിന് കൊടുത്തതുപോലെ തന്നെയുള്ളൊരു ആനുകൂല്യം തരികയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയായതുകൊണ്ട് അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. ടീം മിഖായലിനും 10 മാർക്ക് ഇതിൽ നൽകുന്നു. 10 മാർക്ക് കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. 20 മാർക്കുകൾ കിട്ടിയിട്ടുണ്ട്. 3-ാമത്തെ ചോദ്യം, ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് പറഞ്ഞത് എന്ത്? ഇവൻ ഇസ്രായേലിൽ പലരുടെയും ഉയർച്ചയ്ക്കും വീഴ്ചയ്ക്കും കാരണമാകും. ആദ്യ വചനങ്ങൾ പറഞ്ഞു തുടങ്ങുക. ആദ്യം പറഞ്ഞ കാര്യം പറഞ്ഞിട്ടല്ലേ പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ പറയുക. നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. സപ്പോർട്ടിംഗ് ടീമിന് ഉത്തരം അറിയാമെങ്കിൽ സഹായിക്കാവുന്നതാണ്. അങ്ങനെ അവർക്ക് കിട്ടുന്ന 5 മൈനസ് മാർക്കുകൾ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ. അത് മാതാവിനോട് പറയുന്നതാണ്. അതിനു മുമ്പ് ശിമയോൻ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞത് എന്ത്? ഇവനെ യേശു എന്ന് പേരിടും. ഉത്തരം
തെറ്റാണ്. മറ്റ് സപ്പോർട്ടിംഗ് ടീമിന് അറിയാമെങ്കിൽ ഉത്തരം പറയാവുന്നതാണ്. പറഞ്ഞോളൂ. കണ്ടു കഴിഞ്ഞു. ഇനി ഈ ദാസനെ സമാധാനത്തിൽ കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ശരി, നിങ്ങൾക്ക് മാർക്കൊന്നും തരികയല്ല, പക്ഷേ ടീം ഗബ്രിയലിന്റെ ടീമാണെന്ന് വിചാരിക്കുന്നു. പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ, നല്ലൊരു കൈയടി അവർക്ക് കൊടുക്കും. യെസ്, ടീം മിഖായലിന്റെ ടീമിന്, സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളെ സഹായിക്കാൻ സാധിച്ചില്ല. അവരുടെ ഉത്തരം തെറ്റിപ്പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് 5 മൈനസ് പോയിന്റുകൾ ലഭിക്കുന്നു. വിഷമിക്കേണ്ടതില്ല, ഇനിയും പ്ലസ് പോയിന്റുകൾ മേടിക്കാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. ഈ റൗണ്ട് അവസാനിക്കുമ്പോൾ, വിഷ്വൽ റൗണ്ട് അവസാനിക്കുമ്പോൾ 3 ടീമുകളും നേട്ടവും നഷ്ടവുമായിട്ട് നിൽക്കുകയാണ്. ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ 3 ടീമുകൾ തമ്മിലുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. ആകുലതപ്പെടേണ്ട യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഇനിയും ധാരാളം, ഇനി 3 റൗണ്ടുകൾ കൂടി ബാക്കിയുണ്ട്. ധാരാളം അവസരം ഇനിയുമുണ്ട്. നമുക്ക് ഇവരുടെ കൃത്യമായ പോയിന്റ് എത്രയാണെന്ന് അറിയേണ്ടതുണ്ട്. നമുക്ക് ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി, പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 45 പോയിന്റ്സ്, ടീം റാഫേൽ 40 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 50 പോയിന്റ്സ്. 2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ 3 ടീമുകളും വളരെ ചെറിയ വ്യത്യാസത്തിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 40, 45, 50. ആരാണ് ഇതിൽ വിന്നറാവുന്നത്, ഏതൊക്കെ ടീമുകളാണ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത് എന്നിപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. ഒപ്പത്തിനൊപ്പമാണ് ടീമുകൾ നിൽക്കുന്നത്. 3-ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. ടീം ഗബ്രിയലിനോടാണ് ചോദ്യം. ഈ റൗണ്ടിൻ്റെ പേര് റാപ്പിഡ് റൗണ്ട് എന്നാണ്. ടീം ഗബ്രിയലിനോടാണ് ചോദ്യം. 3-ാം റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. റാപ്പിഡ് റൗണ്ടിൽ 1 മിനിറ്റ് മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഈ 1 മിനിറ്റ് സമയത്തിനുള്ളിൽ 5 ചോദ്യങ്ങൾ ചോദിക്കും. 5 ചോദ്യത്തിനും ശരി ഉത്തരം പറഞ്ഞാൽ 30 മാർക്ക്. ഓരോ ചോദ്യത്തിനും 6 മാർക്ക് വീതം. 30 മാർക്ക് മേടിക്കുന്ന ടീമിന് ക്വിസ് മാസ്റ്റർ വക 10 ബോണസ് പോയിന്റും കൂടി ലഭിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് 40 പോയിന്റുകൾ നേടാനുള്ള ഒരു സുവർണ അവസരമാണ് റാപ്പിഡ് റൗണ്ടിലുള്ളത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചില ടീമുകൾക്ക് പറ്റിയ ഒരു അബദ്ധം കൂടി ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അറിയാത്ത ചോദ്യത്തിന് വേണ്ടി അവരിങ്ങനെ സമയം കളയുകയും അവർ സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. തുടർന്നുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കാം. അതുകൊണ്ട് അറിയില്ല എങ്കിൽ പാസ് പറഞ്ഞ് അടുത്ത ചോദ്യം നിങ്ങൾ മേടിക്കുക. ചോദ്യം നിങ്ങളോടാണ്. റെഡിയായി എന്ന് റെഡിയാണോ നിങ്ങൾ? ആർക്ക് വേണേലും ഉത്തരം പറയാം. ടീമിലെ ആർക്ക് വേണേലും ഉത്തരം പറയാം. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ പേര് എന്ത്? ഹെർമനോട്ടിക്സ്. ശരിയായ ഉത്തരമാണ്. ആദ്യം ബൈബിൾ അച്ചടിച്ച വ്യക്തി? ഗുട്ടൻബർഗ്. ബൈബിൾ സുറിയാനി തർജ്ജമയുടെ പേര് എന്ത്? യൂദ രാജ്യം മാത്രമുള്ള കാലം? BC 587. 10 നാണയങ്ങളുടെ ഉപമ ഏത് സുവിശേഷത്തിലാണ് ഉള്ളത്? മത്തായി. ഉത്തരം തെറ്റാണ്. ഏതൊക്കെയാണ് ശരിയായ ഉത്തരം എന്ന് ഞാൻ നിങ്ങളോട് പറയാം. 1-ാമത്തെ ചോദ്യത്തിന് നിങ്ങൾ ശരിയായ ഉത്തരമാണ് നൽകിയത്. ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ പേര് ഹെർമനോട്ടിക്സ്. 2-ാമത്തത് ആദ്യം ബൈബിൾ അച്ചടിച്ച വ്യക്തി ഗുട്ടൻബർഗ് ആണ്. പക്ഷേ നിങ്ങൾ 2 ഉത്തരങ്ങൾ അവിടുന്ന് നൽകി, അതുകൊണ്ട് മാർക്ക് തരാൻ സാധിക്കുകയില്ല. ബൈബിൾ സുറിയാനി തർജ്ജമയുടെ പേര് പെശീത്ത എന്നാണ്. നിങ്ങൾ സൂനായ എന്നാണ് പറഞ്ഞത്. അടുത്തത് യൂദ രാജ്യം മാത്രമുള്ള കാലം BC 721 മുതൽ 587 വരെയാണ്. 10 നാണയങ്ങളുടെ ഉപമ ഉള്ളത് ലൂക്കായുടെ സുവിശേഷത്തിൽ. നിങ്ങൾക്ക് അതുകൊണ്ട് 6 മാർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ബാക്കി ഉത്തരങ്ങളെല്ലാം തെറ്റാണ്. റാപ്പിഡ് റൗണ്ടിലെ 2-ാമത്തെ ചോദ്യം ടീം മിഖായലിനോടാണ്. ശ്രദ്ധിക്കുക, ടെൻഷൻ കൂടാതെ പറയുക, ആകുലപ്പെടരുത്. ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. ജൂൺ 27 മാതാവിൻ്റെ ഏത് തിരുനാൾ ആഘോഷിക്കുന്നു?
കർമ്മരമാതാവിൻ്റെ തിരുനാൾ. ഉത്തരം തെറ്റാണ്. സ്വർഗാരോപണത്തെ കുറിക്കുന്ന സുറിയാനി പദം ഏത്? ശരിയായ ഉത്തരം റോസറി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? റോസാപ്പൂക്കളുടെ പൂന്തോട്ടം. ശരിയായ ഉത്തരം. മരിയാലിസ് കൾത്തൂസ് എന്ന ലേഖനം പുറപ്പെടുവിച്ച മാർപ്പാപ്പ ആര്? പോൾ ആറാമൻ മാർപ്പാപ്പ. ശരിയായ ഉത്തരം. ആദ്യത്തെ മരിയൻ വർഷം? 1587. ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരങ്ങൾ ഞാൻ പറയാം. ജൂൺ 27 നിത്യസഹായ മാതാവിൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. 2 സ്വർഗാരോപണത്തെ കുറിക്കുന്ന സുറിയാനി പദം സൂനായ. ശരിയായ ഉത്തരം. റോസറി എന്ന പദത്തിൻ്റെ അർത്ഥം റോസാപ്പൂക്കളുടെ പൂന്തോട്ടം. ശരിയായ ഉത്തരം. മരിയാലിസ് കൾത്തൂസ് ജോൺ പോൾ ആറാമൻ്റെ ലേഖനമാണ്. അതും ശരിയായ ഉത്തരമാണ്. മരിയൻ വർഷം ആരംഭിച്ചത്, ആദ്യത്തെ മരിയൻ വർഷം 1954 അതുകൊണ്ട് നിങ്ങൾക്ക് 3 എണ്ണം ശരിയായിട്ടുണ്ട്. 18 മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. 18 മാർക്ക് ലഭിക്കും. റാപ്പിഡ് റൗണ്ടിലെ 3ാമത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. സുവിശേഷത്തിൽ ആകെ സുവിശേഷങ്ങൾ എല്ലാം കൂടി ആകെ എത്ര അധ്യായങ്ങളുണ്ട്? 89. ശരിയായ ഉത്തരം. സുവിശേഷകന്മാർ അപ്പസ്തോലന്മാരാരും? വിശുദ്ധ മത്തായി, വിശുദ്ധ യോഹന്നാൻ. ശരിയായ ഉത്തരം. കൊല്ലേ എന്ന ജർമ്മൻ പദത്തിന്റെ അർത്ഥം എന്ത്? സ്രോതസ്. ശരിയായ ഉത്തരമാണ്. ഇസ്രായേൽ ഈജിപ്തിൽ അടിമകളായിരുന്ന കാലഘട്ടം ഏത്? BC 522. തെറ്റായ ഉത്തരമാണ്. പുളിമാവിന്റെ ഉപമ ഉള്ള സുവിശേഷങ്ങൾ ഏത്? വിശുദ്ധ മത്തായി, മാർക്കോസ്. വിശുദ്ധ മത്തായി, വിശുദ്ധ മാർക്കോസ്. ഉത്തരം തെറ്റാണ്. മത്തായി, ലൂക്ക. ശരിയായ ഉത്തരം അതാണ്. നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയാണ്. സുവിശേഷങ്ങളിൽ എല്ലാം കൂടി ആകെ 89 അധ്യായങ്ങൾ. 2 രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയാണ്. മത്തായി, യോഹന്നാൻ. 3 കൊല്ലേ എന്ന ജർമ്മൻ വാക്കിന്റെ അർത്ഥം സ്രോതസ് എന്നാണ്. ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അടിമകളായിരുന്ന കാലഘട്ടം BC 1550 മുതൽ 1250 വരെയാണ്. നിങ്ങൾ പറഞ്ഞ തെറ്റിപ്പോയി. അതിനുശേഷം പുളിമാവിൻ്റെ ഉപമ ഉള്ളത് മത്തായി, ലൂക്ക സുവിശേഷങ്ങളിലാണ്. നിങ്ങൾ 3 എണ്ണം ശരിയാക്കുന്നു. നിങ്ങൾക്കും 18 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡിലെ 3 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ 3 ടീമുകളും വലിയ വ്യത്യാസമില്ലാതെ മുന്നേറുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥ പോയിന്റുകൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി. 3 റൗണ്ടുകളും അവസാനിക്കുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 63 പോയിന്റ്സ്, ടീം റാഫേൽ 58 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 56 പോയിന്റ്സ്. അടുത്ത റൗണ്ട് സപ്പോർട്ടേഴ്സിനുള്ള റൗണ്ടാണ്. ടീം വിശ്വസിച്ച് കൊണ്ടിരിക്കുന്ന സപ്പോർട്ടേഴ്സ് ടീമിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു റൗണ്ട്. ഇതിലെ ചോദ്യം നിങ്ങളോടാണ്. ആദ്യത്തെ ചോദ്യം ടീം മിഖായേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ശ്രദ്ധിക്കുക, 2 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക. ഓരോ ചോദ്യത്തിനും 15 മാർക്ക് വീതം. തെറ്റായ ഉത്തരം പറഞ്ഞാൽ മൈനസ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങളുടെ ഉത്തരം തെറ്റായി പറഞ്ഞാലും ആ ചോദ്യം പാസ് ചെയ്യുന്നതും അല്ല. 30 മാർക്കും നിങ്ങളുടെ ടീമിന് സമ്പാദിച്ചു കൊടുക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുക. അത് നിങ്ങളുടെ ടീമിന്റെ വിജയത്തെ നിർണായകമായി സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരിക്കും. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. ടീം മിഖായേലിന്റെ ടീമിനോടാണ് ചോദിക്കുന്നത്. ഞാനൊരു വചനഭാഗം പറയും. ഇക്കാര്യങ്ങളെല്ലാം അടുത്ത സാബത്ത് ദിവസവും അല്ലെങ്കിൽ അടുത്ത സാബത്തിലും വിവരിക്കണമെന്ന്
അവർ പുറത്തു വന്നപ്പോൾ ആളുകൾ അവരോട് അപേക്ഷിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അടുത്ത സാബത്തിലും വിവരിക്കണമെന്ന് അവർ അവരോട് അപേക്ഷിച്ചു. ഏത് അധ്യായം എന്ന് ചോദിക്കുന്നില്ല, ഏത് വാക്യം എന്നും ചോദിക്കുന്നില്ല. ചോദ്യം ഇത്രമാത്രം: ഈ വചനഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ്? കൂടി ആലോചിച്ച് മാത്രം ഉത്തരം പറയുക, തെറ്റുവരരുത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ. ഉത്തരം ശരിയാണ്. നിങ്ങൾ 15 മാർക്ക് ടീം മിഖായലിന് നേടിക്കൊടുത്തിരിക്കുന്നു. വളരെ ചെറിയ വ്യത്യാസത്തിൽ ടീമുകൾ മുന്നേറുമ്പോൾ സപ്പോർട്ടിംഗ് ടീം കൊടുക്കുന്ന ഓരോ പിന്തുണയും ഓരോ പോയിന്റുകളും അവരുടെ വിജയത്തിൽ നിർണായകമായി സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ ചോദ്യം ടീം മിഖായലിനോട് തന്നെ, ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പാരീസിലെ പ്രസിദ്ധമായ ഒരു കത്തീഡ്രൽ കത്തി നശിക്കുകയുണ്ട്. പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള പ്രശസ്തമായ ഒരു കത്തീഡ്രൽ. ആ കത്തീഡ്രലിന്റെ പേര് എന്ത്? ഇപ്പോൾ അറിയാമായിരുന്നു, ഇപ്പം മറന്നുപോയി എന്നാണ്. കൂളായിരുന്നാൽ കിട്ടും. പക്ഷേ നിങ്ങൾ സമയം കൂടി നോക്കുക. 9 സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളൂ. 7 സെക്കൻഡുകൾ. പറയൂ. പാരീസ്. സമയം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത സപ്പോർട്ടിംഗ് ടീമില് ആർക്കെങ്കിലും ഉത്തരം പറയാം? നോത്രദാം കത്തീഡ്രൽ. ശരിയായ ഉത്തരമാണ്. അഭിനന്ദനങ്ങൾ. ഉത്തരം ശരിയാണെങ്കിൽ കൂടിയും നിങ്ങളുടെ ടീമിന് പോയിന്റുകളൊന്നും നൽകപ്പെടുകയില്ല, അഭിനന്ദനം മാത്രമേ സമ്മാനമായി നൽകുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ടീം റാഫേലിലേക്ക് വരികയാണ്. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം തയ്യാറാവുക. ശ്രദ്ധിക്കുക. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവും ഇല്ല. നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു വചനഭാഗമാണിത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകം ഏത്? അധ്യായമോ വാക്യമോ പറയേണ്ടതില്ല, പറഞ്ഞോളൂ. ഗലാത്യ 5:22. വാക്യം പോലും മനസ്സിൽ കുറിച്ചു വെച്ചിരിക്കുകയാണ്. ശരിയായ ഉത്തരമാണ്. നിങ്ങൾക്ക് 15 പോയിന്റുകൾ കിട്ടുന്നു. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം കേരള സഭയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കേരളത്തിൽ രൂപതകളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്ന ഒരു രൂപത ഉണ്ട്. ഏതാണ് ആ രൂപത? കുറവലങ്ങാട് ഒരു രൂപതയാണോ? കുറവലങ്ങാട് ഒരു ഇടവക മാത്രമാണ്. പാലാ രൂപത. നിങ്ങളുടെ ഉത്തരം ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ശരിയായ ഉത്തരമായിരുന്നെങ്കിൽ അതിന് മാർക്ക് തരാമായിരുന്നു. രണ്ടാമത്തെ ഉത്തരം ശരിയാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് മാർക്ക് തരികയില്ല. പക്ഷേ രണ്ടാമത്തെ ഉത്തരവും തെറ്റാണ്. മറ്റ് ഏതെങ്കിലും ടീമിന് ശരി ഉത്തരം അറിയാമെങ്കിൽ പറയാവുന്നതാണ്. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീം ഏതാ? മൈക്ക് കയ്യിലെടുത്തിരിക്കുന്നു. വരാപ്പുഴ അതിരൂപതയാണ്. ശരിയായ ഉത്തരമാണ്. പ്രത്യേകം അഭിനന്ദനങ്ങൾ. വരാപ്പുഴ അതിരൂപതയാണ് രൂപതകളുടെ മാതാവ് എന്ന അപരനാമത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്നത്. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം വിലയേറിയ 15 പോയിന്റുകൾ നിങ്ങൾക്ക് നേടി തന്നിട്ടുണ്ട്. പ്രത്യേകമായിട്ട് അവരെ അഭിനന്ദിക്കുന്നു. സപ്പോർട്ടേഴ്സ് റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ടീം ഗബ്രിയേലിനോടാണ് ചോദിക്കുന്നത്. ഇതിനകം മറ്റ് സപ്പോർട്ടിംഗ് ടീമുകളോട് ചോദിച്ച 2 ഉത്തരങ്ങൾ, അവർക്കറിയാത്ത 2 ഉത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് പോയിന്റിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതിനെല്ലാം അഭിനന്ദനം മാത്രമേ സമ്മാനമായിട്ടുള്ളൂ. പക്ഷെ ഇതാ യഥാർത്ഥ പരിശോധനയുടെ സമയം. ഇതാണ്
ചോദ്യം നിങ്ങളിലേക്ക് വരുന്നു. ഒന്നാമത്തെ ചോദ്യം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. വിധി ദിവസം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾ കുഴികളിലേക്ക് തള്ളിവിട്ടു. പുസ്തകം ഏത്? 2 പത്രോസ്. ഉത്തരം ശരിയാണ്. 2 പത്രോസാണ്. 2 പത്രോസ് ശരിയായ ഉത്തരമാണ്. ഞാൻ അല്പനേരം ഒന്ന് താമസിച്ചത് നിങ്ങൾ ഉറപ്പില്ലാത്ത ഉത്തരമാണെങ്കിൽ മാറ്റി പറയും എന്ന് കരുതിയാണ്. പക്ഷേ നിങ്ങൾ മാറ്റി പറഞ്ഞിട്ടില്ല. 15 മാർക്കുകൾ അവർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻ. രണ്ടാമത്തെ ചോദ്യം. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീം 15 പോയിന്റ് കൂടി സമ്പാദിച്ച് കൊടുക്കുമോ എന്ന് നമുക്കറിയാം. ചോദ്യം ഇതാണ്. ഗ്വാളിയോർ രൂപതയുടെ പുതിയ ബിഷപ്പ് ആര്? പാസ്. മറ്റ് സപ്പോർട്ടിംഗ് ടീമുകൾക്ക് അറിയാമെങ്കിൽ പറയാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇവിടെ ഫ്ലോറിൽ നിൽക്കുന്ന ടീമുകൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. പോയിന്റ് ഒന്നും നൽകുന്നതല്ല. ആർക്കും അറിയത്തില്ലാത്തതുകൊണ്ട് ക്വിസ് മാസ്റ്റർ തന്നെ ഉത്തരം നൽകാം. ഡോക്ടർ ജോസഫ് തൈക്കാട്. ഡോക്ടർ ജോസഫ് തൈക്കാട്. ക്വിസ് മാസ്റ്റർക്ക് പോയിന്റ് ഇല്ല, എന്നാലും ആദ്യമായിട്ടാണ് ക്വിസ് മാസ്റ്ററിലേക്ക് ഒരു ഉത്തരം, ഒരു പൊതുചോദ്യ ഉത്തരം വരുന്നത്. എന്തു തന്നെയാണേലും 4 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ടീമുകൾ ഒപ്പത്തിനൊപ്പം തന്നെയാണ് മുന്നേറുന്നത്. ആരാണ് വിജയിയാവുന്നത് എന്ന് ഒരു റൗണ്ടും കൂടി ക്ഷമാപൂർവ്വം കാത്തിരുന്നാൽ മാത്രമേ നമുക്കറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് സ്കോറിലേക്ക് പോകാം. ജോസ്മി, സ്കോർ പറയൂ. സപ്പോർട്ടിംഗ് ടീമിന്റെ സഹായത്തോടെ ഈ റൗണ്ട് പൂർത്തിയാകുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 78 പോയിന്റ്സ്, ടീം റാഫേൽ 73 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 71 പോയിന്റ്സ്. 78, 73, 71. ഒരു വള്ളപ്പാടിന്റെ അകലമില്ല, തൊഴപ്പാടിന്റെ അകലം പോലുമില്ല. ഫോട്ടോ ഫിനിഷിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആര് ജയിക്കും എന്നുള്ളത് 5ാമത്തെ റൗണ്ട് തീരുമാനിക്കുന്നതാണ്. 5ാം റൗണ്ട് വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു റൗണ്ടാണ്. പോയിന്റുകൾ വാരിക്കൂട്ടാവുന്ന റൗണ്ടാണ്. ഈ റൗണ്ടിന്റെ പേര് തന്നെ മെഗാ ബോണസ് റൗണ്ട് എന്നാണ്. ബോണസുകൾ ധാരാളം കിട്ടുന്ന ഒരു റൗണ്ട്. മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓരോ ചോദ്യത്തിനും വ്യത്യസ്തമായ പോയിന്റുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ചോദ്യത്തിന് 10 മാർക്ക്. അത് ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 2ാമത്തെ ചോദ്യം ഓപ്റ്റ് ചെയ്യാം, 15 മാർക്ക് കിട്ടും. അതും ശരിയായാൽ 3ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ചോദ്യം ആവശ്യപ്പെടാം. ഉത്തരം പറഞ്ഞാൽ 25 മാർക്ക്. അങ്ങനെ ആകെ 50 മാർക്കുകൾ കിട്ടുന്ന മെഗാ ബോണസ് റൗണ്ട്. മെഗാ ബോണസ് റൗണ്ട് ഉപകാരിയാണ്, അതോടൊപ്പം തന്നെ ഉപദ്രവം ചെയ്യുന്ന ഒരു റൗണ്ടും കൂടിയാണ്. കാരണം ഉത്തരം തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് മൈനസ് മാർക്കും കിട്ടുന്നതാണ്. 10 മാർക്കിന്റെ ചോദ്യത്തിന് 10 മൈനസ് മാർക്ക്, 15 മാർക്കിൻ്റെതിന് 15 മൈനസ് മാർക്ക്, 25 മാർക്കിന്റെ ചോദ്യത്തിന് 25 മൈനസ് മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ റൗണ്ടിൽ നിങ്ങൾക്കൊരു പ്രത്യേക ആനുകൂല്യമുണ്ട്. ഈ റൗണ്ടിൽ പങ്കെടുക്കുവാനും പങ്കെടുക്കാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഏത് മേഖലയിൽ നിന്നാണ് ചോദ്യം ചോദിക്കുന്നത് എന്ന് മുൻകൂട്ടി നിങ്ങളോട് പറയും. അതനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള സമയവും നൽകുന്നതാണ്. ആദ്യത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. ടീം റാഫേലിനോട് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാനുള്ള മാനസിക നില കൈവരിച്ചിരിക്കുന്നു? ഇല്ല. ഇപ്പോൾ എന്താണ് തോന്നുന്നത് നിങ്ങളുടെ ഉള്ളില്? ചെറിയ വ്യത്യാസം മാത്രം. 78, 73, 71 ഉള്ള പോയിന്റ് മുഴുവൻ പോകുമോ അതോ 50 പോയിന്റ് ഞങ്ങൾക്ക് കിട്ടുമോ? കിട്ടുന്ന പ്രതീക്ഷ
കിട്ടുമെന്നാണ് പ്രതീക്ഷ? അല്ല, കിട്ടില്ല എന്നാണ്. കിട്ടില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണേലും. ശരി, നിങ്ങൾക്കൊരു ആശ്വാസപരമായ ഒരു കാര്യം, നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് നിങ്ങളെല്ലാം കാണാപ്പാഠം പഠിച്ച് അരച്ച് കലക്കി പഠിച്ച് ആത്മവിശ്വാസത്തോടെ വന്നിട്ടുള്ളൊരു ഭാഗമാണ് വിജ്ഞാനമുത്തുകൾ. അതിൽ നിന്നാണ് ചോദിക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് കിടക്കും. എന്തു തന്നെയാണെങ്കിലും നിങ്ങളിത് നേരിട്ടേ മതിയാവും. ചോദ്യം ചോദിക്കണോ വേണ്ടയോ? നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നോ പ്രൊസീഡ് ചെയ്യുന്നു? യെസ് ഓർ നോ? നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നു. നിങ്ങൾ ധീരതയോടെ നേരിടുന്നില്ല. യെസ്, ആ തീരുമാനം നമുക്ക് ബുദ്ധിപരമായ ഒരു തീരുമാനം എന്നും കൂടി പറയേണ്ടി വരും. കാരണം അവരുടെ 3 പേരുടെയും പോയിന്റ് നിൽക്കുന്നത് ഏകദേശം തുല്യമായിട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് മുന്നേറാനുള്ളൊരു അവസരം കൂടിയായിരുന്നു ഇത്. പക്ഷെ എന്ത് തന്നെയാണേലും ടീം എടുക്കുന്ന തീരുമാനമാണ് അന്തിമമായിട്ടുള്ളത്. അത് അവരുടെ അധികാരത്തിന് കീഴിൽ വരുന്ന കാര്യമാണ്. ടീം റാഫേൽ ഈ റൗണ്ടിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നു. അവർക്ക് പോയിന്റുകൾ ഒന്നും കിട്ടുന്നില്ല. എന്നാൽ അതേസമയം തന്നെ അവർക്ക് മൈനസ് പോയിന്റുകളും കിട്ടുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ടീം ഗബ്രിയേലിലേക്ക് വരും. ടീം ഗബ്രിയേലിനോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ചോദ്യങ്ങളെ നേരിടാനുള്ള മാനസിക നിലയിലാണോ? എങ്ങനെയാണ്? കൂളാണോ ടെൻസ്ഡ് ആണോ? കൂളാണ്. എന്തിനു പേടിക്കുന്നു? കിട്ടിയാൽ കിട്ടി, പോയാൽ എന്തെങ്കിലും തെറ്റിപ്പോയാൽ വളരെ ഏറെ കരുണയോടുകൂടി ക്വിസ് മാസ്റ്റർ പെരുമാറും എന്ന് വിചാരിക്കരുത്. ക്വിസ് മാസ്റ്റർ നീതിയോടുകൂടെ മാത്രമേ പെരുമാറുകയുള്ളൂ. മൈനസ് പറഞ്ഞാൽ ഒരു കരുണയും കൂടാതെ നിങ്ങളുടെ മാർക്കുകൾ കുറയ്ക്കുന്നതാണ്. സമയം തീർച്ചയായിട്ടും 30 സെക്കൻഡുകളാണ് നിങ്ങൾക്ക് സമയമുള്ളത് ഒരു ചോദ്യത്തിന്. നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് വിജ്ഞാനമുത്തുകളിൽ നിന്നാണ്. യെസ് പറയുന്നു, ക്വിറ്റ് ചെയ്യുന്നു. യെസ് പറയുന്നു. നിങ്ങൾ ധൈര്യമായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു. മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കിട്ടിയാൽ കിട്ടട്ടെ, പോയാൽ പോട്ടെ. ഒന്നാമത്തെ ചോദ്യം ഇതാ. മാതാവിൻ്റെ നിരവധി തിരുനാളുകൾ സഭയിൽ ആഘോഷിക്കുന്നുണ്ട്. കാരുണ്യ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് എന്ന്? ശ്രദ്ധിക്കുക, നിങ്ങൾ സമയം 11-10 സെക്കൻഡുകൾ മാത്രം ബാക്കി. ഉത്തരം മൈക്കിലൂടെ പറയുക. സെപ്റ്റംബർ പറയൂ 20. സെപ്റ്റംബർ 20 എന്നുള്ളത് നിങ്ങൾ സമയത്തിന് മുമ്പ് തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ 20 എന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരം തെറ്റാണ്. നിങ്ങൾക്ക് 10 മൈനസ് മാർക്കുകൾ ലഭിക്കുന്നു. അവർക്കാകെ കിട്ടിയ പോയിന്റിൽ നിന്ന് 10 മാർക്ക് കുറയുന്നു. ടീം ഗബ്രിയേൽ എന്ത് ചിന്തിക്കുന്നു ഇപ്പോൾ? യെസ്, വിഷമിക്കുന്നുണ്ടോ? വിഷമമൊന്നുമില്ല. കാരണം ഇതിൽ ജയവും തോൽവിയും ഒക്കെ സാധാരണമാണ്. യെസ്, ബൈബിൾ പഠിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു കാര്യം. സ്റ്റേജിൽ ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ ഇത്ര നിൽക്കാൻ തന്നെ പറ്റിയത് വലിയ കാര്യം. ഇത് തോറ്റെന്ന് പറയാറായിട്ടില്ല. ഇനിയുണ്ട്. അല്ല, തോറ്റാലും വിഷമമില്ല. ഓക്കെ, ആദ്യമേ തന്നെ ക്വിറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്നിപ്പോൾ തോന്നുന്നുണ്ടോ? ഇല്ല. എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇതാണ് മലബാറിലെ അമ്മമാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ധീരമായിട്ട് തീരുമാനം എടുക്കുക, തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. അതുകൊണ്ടാണ് ഈ മലബാറിൽ ഇത്രമാത്രം വികസനവും ഇത്രമാത്രം പുരോഗതിയും അടുത്ത തലമുറയ്ക്ക് കൈവന്നിരിക്കുന്നത്. അമ്മമാരുടെ കൃത്യമായ ഉറച്ച തീരുമാനങ്ങൾ കൊണ്ട് തന്നെയാണ്. ടീം ഗബ്രിയേലിനെ അഭിനന്ദിക്കുന്നു. ഒന്നും വിഷമിക്കേണ്ടതില്ല. ടീം മിഖായലിനോടാണ് അടുത്ത ചോദ്യം. ടീം മിഖായൽ എന്ത് ചിന്തിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ഈ റൗണ്ടിൽ നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നു അതോ അതിനു മുമ്പ് മൈക്കിലൂടെ നിങ്ങളുടെ 1-2 കാര്യങ്ങൾ അറിയട്ടെ. ഏത് നിലയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്? സന്തോഷത്തിലാണോ, ആശ്വാസത്തിലാണോ, ടെൻഷനിലാണോ? സമയം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഇത്രയും അനുവാദം കിട്ടിയതും അതുപോലെ ഇതൊരു വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നുണ്ട്. ഈ റൗണ്ടിനെ പറ്റി എന്ത് ചിന്തിക്കുന്നു? ഈ റൗണ്ട് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. ഒരു ഭയവും ഇല്ല അല്ലേ? എന്നാൽ തന്നെ ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഫൈനൽ റൗണ്ടിലെ മെഗാ ബോണസ് റൗണ്ട് നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു.
ഈ റൗണ്ടിൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ ക്വിറ്റ് ചെയ്യുക. നിങ്ങൾ ക്വിറ്റ് ചെയ്യുക. നിങ്ങൾ എടുത്തത് വളരെ ബുദ്ധിപൂർവമായ ഒരു തീരുമാനം തന്നെയാണ്. ക്വിറ്റ് ചെയ്യാനെടുത്ത തീരുമാനമാണ് ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കാവുന്ന ഏറ്റവും അനുകൂലമായ തീരുമാനം. നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട്, ക്വിറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം പ്രേക്ഷകർക്ക് മുഴുവനും അറിയാം. എന്നാലും നിങ്ങളുടെ അധരത്തിലൂടെ അത് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്താണ്? -പോയിന്റ് വരുമെന്ന് പേടിച്ചിട്ട് തന്നെ ക്വിറ്റ് ചെയ്തു. -പോയിന്റ് വരുമെന്ന് പേടിയുണ്ട്. തന്നെയുമല്ല, നിലവിൽ ഇപ്പോൾ നിങ്ങളാണ് പോയിന്റ് നിലവാരത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ മൂന്ന് ടീമുകളും ഇവിടെ നിൽക്കുന്നു. ചിലവരുടെ മുഖം അല്പം വാടിയിട്ടുണ്ട്. ഒന്നും വിഷമിക്കേണ്ടതില്ല, ധീരതയോടെ തന്നെ നിൽക്കുക. ജോസ്മിയിലേക്ക് വരാം. ജോസ്മി, ഇപ്പോൾ ഈ മത്സരം അവസാനിക്കുമ്പോൾ എങ്ങനെയാണ് പോയിന്റ് നിലവാരം? താമരശ്ശേരി രൂപത മാതൃവേദിയും ഷാലോൺ ടെലിവിഷനുമായി ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ആവേശകരമായ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് 78 പോയിന്റുകളുമായി ടീം മിഖായേൽ. 73 പോയിന്റുകളുമായി ടീം റാഫേലാണ് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ടീം ഗബ്രിയേൽ 61 പോയിന്റുകൾ നേടിയിരിക്കുന്നു. സെയിന്റ് ജോസഫ് ചർച്ച് പുല്ലൂരാമ്പാറയിലെ എല്ലാ അമ്മമാർക്കും നിങ്ങളുടെ ഈ വിജയം പ്രചോദനമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ എപ്പിസോഡിൽ ഒന്നാം സ്ഥാനം നേടുകയും അടുത്ത റൗണ്ടിലേക്ക് നിങ്ങൾ യോഗ്യത നേടുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേകം അഭിനന്ദനങ്ങൾ. ടീം റാഫേൽ പാറപ്പടി ഇടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ ഫ്ലോറിൽ നിൽക്കുന്നത്. രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നു. നിങ്ങളുടെ ഇടവകയിലെ മാതാക്കൾക്ക് നിങ്ങളുടെ ഈ വിജയം പ്രചോദനമായി തീരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ടാം സ്ഥാനം നേടിയ നിങ്ങളുടെ ഈ വിജയത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കോടഞ്ചേരി ഇടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ടീം ഗബ്രിയേൽ ഇവിടെ നിൽക്കുന്നത്. കോടഞ്ചേരി ഇടവകയിലെ അമ്മമാര് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് അഭിമാനം തന്നെ കൊള്ളും എന്ന് എനിക്ക് ഉറപ്പായും പറയാൻ കഴിയും. കാരണം വളരെ ചെറിയ ഒരു പോയിന്റിനാണ് നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടാൻ സാധിക്കാതെ വന്നത്. ഒട്ടും ദുഃഖിക്കേണ്ട കാര്യമില്ല. ക്വിസ് മത്സരം എന്ന് പറയുന്നത് നിർഭാഗ്യങ്ങളുടെ ഒരു മത്സരം കൂടിയാണ്. പക്ഷെ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഭിച്ചിട്ടുണ്ട്. വചനം പഠിക്കുവാനും ആ വചനം ഈ ഷാലോം ടെലിവിഷനിലൂടെ പ്രഘോഷിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് അവസരം കിട്ടിയിരിക്കുന്നു. നിങ്ങളെയും നിങ്ങളെടുത്ത ഈ നല്ല ഉദ്യമത്തെയും ഞാൻ ഏവരുടെയും പേരിൽ അഭിനന്ദിക്കുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഒരു എപ്പിസോഡ് കൂടി പൂർത്തിയാവുകയാണ്. അത്യന്തം ആവേശകരമായ ഒരു മത്സരമാണ് ഈ മത്സരാർത്ഥികൾ ഇവിടെ കാഴ്ചവെച്ചത്. ചെറിയ വ്യത്യാസത്തിലാണ് ഇവിടെ വിജയവും പരാജയവും നടന്നിരിക്കുന്നത്. ഇവരെല്ലാം തിരുവചനം പഠിക്കുകയും തിരുവചനം ആവേശപൂർവ്വം പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാ അമ്മമാർക്കും ഇവരുടെ പ്രകടനം ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും അടുത്തയാഴ്ച പുതിയ എപ്പിസോഡിൽ പുതിയ മത്സരാർത്ഥികളുമായി, പുതിയ ആവേശവുമായി, പുതിയ വചന പങ്കുവെക്കലുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് ബൈ. പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും സംബന്ധിച്ച് യേശുവിൻ്റെ രണ്ടാം പ്രവചനം 9-ാം അധ്യായം 31-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ആ പ്രവചനം? പറയുക. രൂപാന്തരീകരണ സമയത്ത് ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. ഏതാണ് ആ സ്വരം? മാർ തോമസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വം എന്നായിരുന്നു. വർഷം പറയും.
ദൈവവചനം ഗ്രഹിക്കുക എന്ന് പറയുന്നത് അസാധ്യ കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലേ അത് സംഭവിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കൃപയാണ് ഞങ്ങൾക്ക് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത്. ബൈബിളിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പിന്നെ വെളിപാടും അപ്പസ്തോല പ്രവർത്തനങ്ങളും അങ്ങനെ നമ്മൾ വായിക്കാറില്ലാത്ത ഭാഗങ്ങളായിരുന്നു. അതൊക്കെ നന്നായിട്ട് വായിക്കാനും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സാധിച്ചു. മത്സരത്തിൽ പങ്കെടുക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ബൈബിളെക്കുറിച്ച് അറിയാനും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാനും പറ്റി.